സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഐക്യം നിലനിർത്താനും സാഹോദര്യത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പെരുന്നാൾ ദിനം കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം, കർക്കശമായ വ്രതം എന്നതുപോലെ തന്നെ മറ്റ് ആരാധനകൾ, ദാനധർമ്മങ്ങൾ ഇവയെല്ലാമായി കഴിഞ്ഞ 30 ദിവസം നമ്മൾ വളരെ ധന്യരായി കഴിഞ്ഞു. ആ ധന്യതയ്ക്കൊടുവിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ആഘോഷത്തിൻ്റെ ദിനമാണ് ചെറിയ പെരുന്നാൾ ആഘോഷം എന്നുള്ളത്. ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ എന്നറിയപ്പെടുന്നു. ഫിത്തർ സക്കാത്ത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. ഫിത്തർ സക്കാത്ത് ഇല്ലാതെ പെരുന്നാൾ തന്നെ പൂർത്തിയാവുകയില്ല എന്നുള്ളതാണ്. പെരുന്നാൾ ദിനം അവസാനിക്കുന്ന മുമ്പ് തന്നെ നമ്മൾ ആ കടമ നിർവഹിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം പെരുന്നാൾ എല്ലാവരുടേതുമാണ് എന്നുള്ളതാണ്. സമ്പന്നൻ്റെയും പണമില്ലാത്തവൻ്റെയും ദരിദ്രൻ്റെയും അവർക്കൊക്കെ ഉള്ളതാണ് പെരുന്നാൾ. സമ്പന്നർ മാത്രം പെരുന്നാളിൻ്റെ ആഘോഷത്തിൽ മുഴുകി അതേ അവസരത്തിൽ പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിയുന്ന ഇതര വിഭാഗങ്ങൾ പെരുന്നാളിൻ്റെ ഒരു ആഘോഷവും ഇല്ലാതെ പോയിക്കൂടാ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫിത്ർ സക്കാത്തിനെ പോലെയുള്ള ദാനങ്ങളിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ഒക്കെ തന്നെ പെരുന്നാളിൻ്റെ സുഭിക്ഷതയിലേക്ക് നമുക്കവരെ കൊണ്ടുവരുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെരുന്നാൾ ദിനങ്ങളെ നമ്മുടെ ആഘോഷങ്ങളായി എണ്ണിയത്. കാരണം അവിടെ എല്ലാവരും സമന്മാരാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ സമത്വം അവിടെ പുലരുന്നു എന്നുള്ളതാണ്. ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വ്യത്യാസം മാറി എല്ലാവരും പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ പുത്തനുടുപ്പണിഞ്ഞുകൊണ്ട് എന്നതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്നതുപോലെ തന്നെ അനുവദനീയമായിട്ടുള്ള വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് അതിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒക്കെ നമുക്ക് പെരുന്നാളിനെ സാർത്ഥകമാക്കുവാൻ സാധിക്കുന്നു. ഈ പെരുന്നാൾ ദിനത്തിൽ മറ്റു പലതും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുകയാണ്. ഈ പെരുന്നാൾ ദിനത്തിലും അതിൻ്റെ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കുവാൻ കഴിയാതെ വീട്ടിൽ വാതിലടച്ചിരിക്കണം എന്ന് പറയപ്പെടുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലില്ല. പുറം നാടുകളിൽ സംഭാൽ പോലെയുള്ള പ്രദേശങ്ങൾ എന്നതുപോലെ തന്നെ നാഗ്പൂർ പോലെയുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെ തന്നെ ആളുകൾ വീട്ടിലിരിക്കാൻ പറയാണ്, ആഘോഷങ്ങളിലേക്കൊന്നും പോകണ്ട. അപ്പോൾ ആ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള അവസരമായിട്ട് നമുക്ക് ഈ പെരുന്നാൾ ദിനത്തെ കൂടി പ്രയോജനപ്പെടുത്തണം. ഇസ്രായേലിൻ്റെ നരനായാട്ടിനിരയായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ കുഞ്ഞുമക്കളും അവിടുത്തെ മറ്റ് സ്ത്രീകൾ, മറ്റ് വയോധികർ ഇവരെല്ലാവരും അനുഭവിക്കുന്ന കിരാതമായിട്ടുള്ള വികാസങ്ങൾ അവർക്കും അതിൽ നിന്നൊക്കെ മോചനം നേടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് കൂടിയുള്ള ദിനമായിട്ട് നമുക്ക് ഈ പെരുന്നാൾ ദിനത്തെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊന്നുകൂടി ഈ പെരുന്നാൾ ദിനത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയിൽ വരുന്നു. പെരുന്നാൾ എന്ന് പറയുമ്പോൾ കൂടിയിരിക്കുകയാണല്ലോ. കൂടിയിരുത്തത്തിൻ്റെതാണ്, ചേർന്നിരിപ്പിൻ്റെതാണ് പെരുന്നാൾ. ചേർന്നിരിക്കാനുള്ള ഒരുപാട് ഇടങ്ങൾ നമുക്ക് പെരുന്നാൾ ദിവസത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പങ്കുവെക്കാൻ മറ്റൊരു കാര്യം എന്നുള്ളത് സമൂഹത്തെ ഇപ്പോൾ വളരെയേറെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവവികാസങ്ങൾ, ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, വ്യാപനം, ഇതുമൂലം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത വെല്ലുവിളികൾ, ശക്തമായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്കതിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനം നേടുവാൻ സാധിക്കുകയുള്ളൂ. ആ ബോധവൽക്കരണത്തിന് കൂടി മഹല്ലുകൾ, അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകൾ അവരെല്ലാം പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ലഹരി വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.